Permutations and Combinations എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷനാണ് NPR = n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ. ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് സാറിനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ് നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 0 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ = ഡാഷ്. നമുക്കറിയാം 0 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. Therefore 0 factorial by 1 factorial equal to 1 factorial equal to 1 by 1 factorial എത്ര തന്നെയാണ്? 1 by 1 equal to 1 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് R if 5PR equal to 2 into 6PR minus 1. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നതാണ് 5PR equal to 2 into 6PR minus 1. നമുക്ക് NPRൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് R ഫാക്ടോറിയൽ ഈക്വൽ ടു 2 ഇൻറ്റു 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് R മൈനസ് 1 ഫാക്ടോറിയൽ. ദെൻ നമുക്ക് 5 ഫാക്ടോറിയലും 6 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട് ഈ 6 ഫാക്ടോറിയൽ ഇങ്ങോട്ട് കൊണ്ടുപോകും. നമുക്ക് ഈ 5 മൈനസ് R ഫാക്ടോറിയലിനെ ഇങ്ങോട്ടും കൊണ്ടുപോകും. ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ ഈക്വൽ ടു 2 ഇൻറ്റു 5 മൈനസ് R ഫാക്ടോറിയൽ ബൈ ഇതെങ്ങനെ വരും? 6 മൈനസ് R പ്ലസ് 1 വരും. മൈനസ് R പ്ലസ് 1 ഫാക്ടോറിയൽ. ഇനി 5 ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട് 6 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ആക്കാം. ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ബൈ 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 2 ഇൻറ്റു 5 മൈനസ് R ഫാക്ടോറിയൽ ബൈ 6 പ്ലസ് 1 എത്രയാണ്? 7 മൈനസ് R ഫാക്ടോറിയൽ. അഗെയിൻ 5 ഫാക്ടോറിയലും 5 ഫാക്ടോറിയലും ക്യാൻസൽ ആവും. പോയിട്ട് 1/6 ഈക്വൽ ടു 2 ഇൻറ്റു നോക്കുക, ഇതിലേതാണ് വലുത്? രണ്ടിടത്തും കുറയ്ക്കുന്ന ഒരേ സംഖ്യ തന്നെയാണ് ആറിൻ്റെ വാല്യൂ എന്ത് തന്നെയാണല്ലോ? ഒരേ സംഖ്യ തന്നെയാണ്. അപ്പോൾ പിന്നെ വലുതെന്ന് പറയുന്നത് 7 മൈനസ് R ആയിരിക്കില്ലേ? വലിയ സംഖ്യയിൽ നിന്നും കുറയ്ക്കുന്നതായിരിക്കില്ലേ വലിയ പോർഷൻ കിട്ടും നമുക്ക്. അപ്പോൾ 7 മൈനസ് R ആയിരിക്കും വലുത്. അപ്പോൾ 7 മൈനസ് Rനെ നമുക്ക് ഈ 5 മൈനസ് R ഫാക്ടോറിയലുമായിട്ട് ക്യാൻസൽ ചെയ്യാനുള്ള മാർഗ്ഗം അങ്ങനെ ആലോചിക്കാം. 5 മൈനസ് R ഫാക്ടോറിയൽ ബൈ ഇവിടെ വലുത് 7 മൈനസ് R ഫാക്ടോറിയലാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ 7 മൈനസ് R ഫാക്ടോറിയലിനെ 5 മൈനസ് R ഫാക്ടോറിയലിൻ്റെ ടേംസിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് 7 മൈനസ് R ഇൻറ്റു ഇതിൽ നിന്ന് 1 കുറയ്ക്കുക. 1 കുറയ്ക്കുമ്പോൾ എന്താ? ഇവിടെ നോക്കുക, 6 ഫാക്ടോറിയലിനെ 6 ഇൻറ്റു 6ൽ നിന്ന് 1 കുറച്ച് 5 ഫാക്ടോറിയലാക്കി. അപ്പോൾ നമുക്ക് ഇവിടെ 7 മൈനസ് Rൽ നിന്നും 1 കുറയ്ക്കുന്നു. 7 മൈനസ് Rൽ നിന്ന് 1 കുറയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? 7 മൈനസ് R മൈനസ് 1 വരും. ദാറ്റ് ഈസ് 6 മൈനസ് R ആണല്ലോ. ഇസ് ഈക്വൽ ടു 6 മൈനസ് R ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6 മൈനസ് R ഇൻറ്റു വീണ്ടും ഒന്ന് കുറയ്ക്കുക. ഒന്നുകൂടെ കുറയ്ക്കുമ്പോൾ എന്ത് വരും? വീണ്ടും ഈ ഇവിടെ നിന്ന് കുറച്ചാൽ മതി. ഈ 6ൽ നിന്ന് വീണ്ടും 1 കുറച്ചാൽ മതി. ദാറ്റ് ഈസ് 5 മൈനസ് R എന്ന് കിട്ടും. അപ്പോൾ 5 മൈനസ് R ഫാക്ടോറിയൽ നമുക്ക് എഴുതി നിർത്താം. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 മൈനസ് R ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. ഓർക്കുക, ഇതിൽ രണ്ടിടത്തും കുറച്ചിരിക്കുന്ന സംഖ്യ 6 ഒരേ സംഖ്യ തന്നെയാണ്. അപ്പോൾ പിന്നെ വലിയ സംഖ്യ കിട്ടുന്നത് 7 മൈനസ് Rലായിരിക്കും. കാരണം 7 ആണല്ലോ വലിയ നമ്പർ. ഇനി വലിയ സംഖ്യ 7 മൈനസ് R ഫാക്ടോറിയൽ ആയതുകൊണ്ട് നമുക്ക് 7 മൈനസ് R ഫാക്ടോറിയലിനെ 5 മൈനസ് R ഫാക്ടോറിയലിൻ്റെ ടേംസിൽ എഴുതേണ്ടതുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഓരോന്ന് വീതം കുറച്ച് പോകുന്നു. അതായത് 7 മൈനസ് R ഇൻറ്റു 7 മൈനസ് Rൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 6 മൈനസ് R കിട്ടും. അതിങ്ങനെ വരാം. 7 മൈനസ് R മൈനസ് 1, അതായത് 7ൽ നിന്ന് 1 കുറച്ചാലും മതി. ദാറ്റ് ഈസ് 6 മൈനസ് R ആയി. വീണ്ടും ഒന്നുകൂടെ കുറച്ചപ്പോൾ 5 മൈനസ് R കിട്ടി. അപ്പോൾ 5 മൈനസ് R ഫാക്ടോറിയൽ അവിടെ കൊണ്ട് എഴുത്ത് നിർത്താം. കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ കണക്ക് വന്നിപ്പോൾ. ഇനി 5 മൈനസ് R ഫാക്ടോറിയൽ രണ്ടിടത്തും ക്യാൻസൽ ചെയ്തു. പോയിട്ട് എന്ത് വരും? അതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 7 മൈനസ് R ഇൻറ്റു 6 മൈനസ് R ഈക്വൽ ടു 2 12 ഓർ 42 minus 7R minus 6R plus R square minus 12 equal to 0 or R square minus 13R plus
30 ഈക്വൽ ടു 0. ദെൻ ആറിൻ്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് ആറിലുള്ളത്. ദെൻ ആർ ഇസ് ഈക്വൽ ടു മൈനസ് ബി 13 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 169 മൈനസ് 4ac 4 ഗുണം 1 ഗുണം 30 120 വരും ബൈ 2a. a 1 ആയതുകൊണ്ട് 2 ഇസ് ഈക്വൽ ടു 13 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 13 പ്ലസ് ഓർ മൈനസ് 7 ബൈ 2. അപ്പോൾ ആറിന് രണ്ട് വാല്യൂസ് കിട്ടും. ഏതൊക്കെയാണ്? ആർ ഇസ് ഈക്വൽ ടു 13 പ്ലസ് 7 ബൈ 2, ദാറ്റ്സ് 20 ബൈ 2 10 കിട്ടും. ഓർ ആർ ഇസ് ഈക്വൽ ടു 13 മൈനസ് 7 ബൈ 2 6 ബൈ 2 ഈക്വൽ ടു 3. ഇനി ഇതിൽ ഏത് വാല്യൂ എടുക്കുക ആറിന് നോക്കുക. എൻ പി ആറിൻ്റെ വാല്യൂ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആയിരിക്കുമ്പോൾ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ആറിൻ്റെ വാല്യൂ 0 ടു n വരെ വരാൻ പാടുള്ളൂ. ആറിൻ്റെ വാല്യൂ ഇതാണ്, 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അപ്പോൾ ആറിൻ്റെ പരമാവധി വാല്യൂ n വരെ വരുള്ളൂ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്നിന് വന്നേക്കുന്ന പരമാവധി വാല്യൂ എത്രയാണ്? ഏറ്റവും കൂടിയ വാല്യൂ 6 ആണ്. ഇവിടെ അപ്പോൾ ഏത് ഉപയോഗിക്കാവുള്ളൂ? 3 മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ വി ഹാവ് എൻ പി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ വേർ 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ആറിൻ്റെ വാല്യൂ പരമാവധി എന്നേ വരുള്ളൂ. ഓർ r is equal to 10 is not possible, hence r is equal to 3. Okay. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആർ if 5pr equal to 6pr minus 1. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അവിടെ 2 into 6pr minus 1 ആയിരുന്നു. ഇവിടെ വെറും 6pr minus 1. നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 5pr equal to 6pr minus 1, that is 5 factorial by 5 minus r factorial equal to 6 factorial by 6 minus r minus 1 factorial. നേരത്തെ ഇത് കണക്ക് തന്നെ 6 ഫാക്ടോറിയലിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ 5 മൈനസ് ആർ ഫാക്ടോറിയലിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകും. ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ ഈക്വൽ ടു 5 മൈനസ് ആർ ഫാക്ടോറിയൽ ബൈ, ദെൻ ഇവിടെ എന്ത് വരും? 6 മൈനസ് ആർ പ്ലസ് 1 വരും. ദാറ്റ് ഈസ് 7 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് വരും. കാരണം -1 -1 +1 ആവുന്നുണ്ട്. അഗെയിൻ ഇവിടെ 5 ഫാക്ടോറിയൽ ബൈ 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 5 മൈനസ് ആർ ഫാക്ടോറിയൽ ബൈ, ഇവിടെ ഏതാണ് വലുത്? 5 മൈനസ് ആറും 7 മൈനസ് ആറും ഉണ്ട്. ഇതിനകത്ത് രണ്ടിടത്തും കുറച്ചേക്കുന്ന സംഖ്യ 6 ആണ്, ഒരേ സംഖ്യയാണ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ വലുത് വരുന്നത് 7 മൈനസ് ആറിലായിരിക്കും, കാരണം 7 ആണ് വലിയ സംഖ്യ. അതിൽ നിന്നും 6 കുറയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് വലിയ സംഖ്യ കിട്ടുക. അപ്പോൾ 7 മൈനസ് ആർ ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7 മൈനസ് ആർ ഇൻറ്റു, ഇനി വീണ്ടും ഇതിൽ നിന്നൊന്ന് കുറയ്ക്കുന്നു. ഇതിൽ നിന്നൊന്ന് കുറയ്ക്കുകയാണെങ്കിൽ 7 മൈനസ് ആർ -1 വരും. ദാറ്റ്സ് ഈക്വൽ ടു 7 മൈനസ് 1 6 മൈനസ് ആർ 6 മൈനസ് ആർ ഇൻറ്റു, ഇനി 6 മൈനസ് ആർ -1 എന്ത് വരും? 6 മൈനസ് 1 5 ആണ്, 5 മൈനസ് ആർ വരും ഇൻറ്റു 5 മൈനസ് ആർ ഫാക്ടോറിയൽ. നമുക്കിവിടെ ഫാക്ടോറിയൽ എടുക്കാം, കാരണം 5 മൈനസ് ആർ ഫാക്ടോറിയലാണ് ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പോൾ 5 മൈനസ് ആർ ഫാക്ടോറിയൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 5 ഫാക്ടോറിയലും ക്യാൻസൽ ആവും. പോയിട്ട് 1/6 ഈക്വൽ ടു 1/7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ എന്ന് വരും. ഇതിൽ ഈ സ്റ്റെപ്പ് ഓർത്തിരിക്കുക. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓർ 42 മൈനസ് 7r മൈനസ് 6r പ്ലസ് ആർ സ്ക്വയർ, ദെൻ 6 ഇങ്ങോട്ട് വരുമ്പോൾ -6 ഈക്വൽ ടു 0. ഓർ ആർ സ്ക്വയർ മൈനസ് 13r, ദെൻ പ്ലസ് 42 മൈനസ് 6 36 പ്ലസ് 36 ഈക്വൽ ടു 0. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ r ആണ്. r ഈക്വൽ ടു minus b, that is 13 plus or minus root of b square, 13 square minus 13 square minus 4 into 1 into 36 by 2 into 1, which is equal to 13 plus or minus root of
169 minus 4 ഗുണം 36 144 144/2 which is equal to 13 plus or minus root 25/2 equal to 13 plus or minus 5/2. ആർസിന് രണ്ട് വാല്യൂ കിട്ടും. 13 പ്ലസ് 5/2 വരും, ദാറ്റ് ഈസ് 18/2 9 കിട്ടും. ഓർ ആർ ഈക്വൽ ടു 13 മൈനസ് 5/2 ദാറ്റ് ഈസ് 8/2. 8/2 എത്രയാണ്? 4. ഇനി 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്നിന് വന്നേക്കുന്ന വാല്യൂ, പരമാവധി വാല്യൂ 6 ആണ്. അതുകൊണ്ട് ആർ ഈക്വൽ ടു 9 ഈസ് നോട്ട് പോസിബിൾ as 0 less than r less than or equal to 8. Therefore r is equal to 4. Okay. അടുത്ത ക്വസ്റ്റ്യൻ 7p7 equal to dash. നമുക്ക് 7p7 എക്സ്പാൻഡ് ചെയ്യാം. 7p7 equal to 7 factorial by 7 minus 7 factorial which is equal to 7 factorial by 0 factorial which is equal to 7 factorial by 0 factorial എത്രയാണ്? 1 which is equal to 7 factorial. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ആർ if 5 into 4pr equal to 6 into 5pr minus 1. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 5 into 4pr equal to 6 into 5pr minus 1. npr equal to n factorial by n minus r factorial. ആ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് 5 into 4 factorial by 4 minus r factorial equal to 6 into 5 factorial by 5 minus r minus 1 factorial. Then ഈ 5 factorial ഇങ്ങോട്ടും 4 minus r factorial ഇങ്ങോട്ടും കൊണ്ടുപോകാം. That is 5 into 4 factorial by 5 factorial equal to 6 into 4 minus r factorial by then 5 minus r minus 1 minus r plus 1 എന്ന് വരും. 5 minus r minus 1 that is 5 plus 1 to 6 minus r എന്ന് വരും. ഈ 6 minus r factorial again 5 into 4 factorial എത്രയാണ്? 4 factorialനെ 5 കൊണ്ട് ഗുണിച്ചാൽ 5 factorial കിട്ടും. അപ്പോൾ ഇത് ക്യാൻസൽ ആവും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 5 into 4 factorial is equal to by 5 factorial എന്താ? 5 into 4 factorial equal to 6 into 4 minus r factorial by നോക്കുക 6 minus r factorial 6 minus r ആണ് വലുത്. രണ്ടിടത്തും കുറച്ചേക്കുന്ന സംഖ്യ ഒരുപാട് കാണാം. അപ്പം വലിയ സംഖ്യ 6 ആയതുകൊണ്ട് 6 minus r ആയിരിക്കും വലുത്. അപ്പോൾ 6 minus r ഫാക്ടോറിയലിനെ നമുക്ക് 4 minus r ഫാക്ടോറിയലിൻ്റെ ടേംസിൽ എഴുതണം. അതിപ്പോൾ എങ്ങനെ എഴുതാം? 6 minus r ഇൻറ്റു ഇതിൽ നിന്ന് 1 കുറയ്ക്കുന്നു. 6 minus r നിന്ന് 1 കുറച്ചാൽ 6ൽ നിന്ന് 1 കുറച്ചാൽ മതി. ദാറ്റ് ഈസ് 5 minus r ഇൻറ്റു വീണ്ടും ഒന്നുകൂടെ കുറച്ചാൽ 4 minus r ഫാക്ടോറിയൽ. ഈ 4 minus r ഫാക്ടോറിയലും 4 minus r ഫാക്ടോറിയൽ രണ്ടിടത്തും ക്യാൻസലാവും. ഇവിടെ 5 into 4 ഫാക്ടോറിയൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസലാവും. പോയിട്ട് 1 is equal to 6 by 6 minus r into 5 minus r എന്ന് കിട്ടും. ഓർ 6 minus r into 5 minus r is equal to 6 എന്ന് കിട്ടും. ഓർ 30 minus 6r minus 5r plus r square 6 ഇങ്ങോട്ട് പോകുമ്പോൾ minus 6 equal to 0. r square minus 11r plus 24 equal to 0. r is equal to 11 plus or minus root of minus 11 square minus 4 into 1 into 24 by 2 which is equal to 11 plus or minus root of 121 minus 96 by 2 equal to 11 plus or minus root of 25 by 2 or which is equal to 11 plus or minus 5 by 2 എന്ന് കിട്ടും. അപ്പോൾ ആറിന് രണ്ട് വാല്യൂസ് വരും. r is equal to 11 plus 5 by 2 that is 16 by 2 equal to 8 or r is equal to 11 minus 5 by 2 that is 6 by 2 equal to 3. But r is equal to 8 not possible.
അവർക്ക് ആ ക്വസ്റ്റ്യനിലെ 4ഉം 5ഉം ആണ് എന്നിന് തന്നിരിക്കുന്ന വാല്യൂസ്. അപ്പോൾ അതിനേക്കാൾ കൂടി r വരാൻ പാടില്ല. സിൻസ് 0 ലെസ് ദാൻ r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, therefore r is equal to 3. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് n if 12 into n minus 1 p3 equal to 5 into n plus 1 p3. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 12 into n minus 1 p3 equal to 5 into n plus 1 p3. 12 into NPRൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം, n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. അത് ഉപയോഗിക്കുമ്പോൾ n മൈനസ് 1 ഫാക്ടോറിയൽ ബൈ n മൈനസ് 1 മൈനസ് 3 ഫാക്ടോറിയൽ ഈക്വൽ ടു 5 into n പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ n പ്ലസ് 1 മൈനസ് 3 ഫാക്ടോറിയൽ. That is 12 into n minus 1 factorial by n minus 4 factorial equal to 5 into n plus 1 factorial by n plus 1 minus 3, that is n minus 2 factorial. ഇനി നോക്കുക, ഇവിടെ n മൈനസ് 1 ആണ് വലുത്, n മൈനസ് 4നേക്കാൾ. ഇത് എന്നിൽ നിന്ന് 1 കുറവേ ഉള്ളൂ, ഇവിടെ എന്നിൽ നിന്ന് 4 കുറവുണ്ട്. അപ്പോൾ n മൈനസ് 1 ആണ് വലുത്. അപ്പോൾ n മൈനസ് 1 ഫാക്ടോറിയലിനെ നമുക്ക് n മൈനസ് 4 ഫാക്ടോറിയലിൻ്റെ ടേംസിൽ എഴുതാം. 12 ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു n മൈനസ് 4 ഫാക്ടോറിയൽ ബൈ n മൈനസ് 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 5 ഇൻറ്റു, ഇവിടെയോ, ഇവിടെ n പ്ലസ് 1 ആണ് വലുത്. അപ്പോൾ n പ്ലസ് 1 ഫാക്ടോറിയലിനെ നമുക്ക് എന്ത് എഴുതാം, n മൈനസ് 2 ഫാക്ടോറിയലിൻ്റെ ടേംസിലാക്കാം. ദാറ്റ് ഈസ് n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1ൽ നിന്ന് കുറച്ച് n കിട്ടും, n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ ബൈ n മൈനസ് 2 ഫാക്ടോറിയൽ. ദെൻ n മൈനസ് 2 ഫാക്ടോറിയൽ വെട്ടിപ്പോവും, n മൈനസ് 4 ഫാക്ടോറിയൽ രണ്ടിടത്തും വെട്ടിപ്പോവും. ദാറ്റ് ഈസ് 12 ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ബൈ, ഇവിടെ നോക്കുക, ഇവിടെ n മൈനസ് 1 ഉണ്ട്. ആ n മൈനസ് 1നെ കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ബൈ n മൈനസ് 1 ഈക്വൽ ടു 5 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n. n മൈനസ് 1 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഉണ്ടല്ലോ, ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് 12 ഇൻറ്റു, ഇനി ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ, n സ്ക്വയർ മൈനസ് 3n മൈനസ് 2n പ്ലസ് 6 ഈക്വൽ ടു 5 ഇൻറ്റു, ഇവിടെ n കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, n സ്ക്വയർ പ്ലസ് n, ഓർ 12n സ്ക്വയർ മൈനസ് 3 2 5n ആണ്, മൈനസ് 5n ആണ്, 12 60, മൈനസ് 60n പ്ലസ് 12 72 ഈക്വൽ ടു 5n സ്ക്വയർ പ്ലസ് 5n. ഇനി ഇതിങ്ങോട്ട് കൊണ്ടിരുന്നു, 12n സ്ക്വയർ മൈനസ് 60n പ്ലസ് 72 മൈനസ് 5n സ്ക്വയർ മൈനസ് 5n ഈക്വൽ ടു 0, or 12n square minus 5n square 7n square, then minus 60n minus 5n minus 65n plus 72 equal to 0. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ n ആണ്. ദെൻ സോൾവ് ചെയ്യുക, എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. n ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് 65 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 65 സ്ക്വയർ 4 into 7 into 72 by 2 into 7, that's equal to 65 plus or minus root of 4225 ആണ് 65ൻ്റെ സ്ക്വയർ, മൈനസ് 4 ഗുണം 7 ഗുണം 72, അതായത് 28 ഗുണം 72 വരും, ഈസ് 2016 by 14, or which is equal to 65 plus or minus root of 2209 by 14 കിട്ടും, which is equal to 65 plus or minus 2250 സ്ക്വയർ റൂട്ട് എടുത്താൽ 47 കിട്ടും, ബൈ 14 വരും. അപ്പോൾ n 2 വാല്യൂസ് കിട്ടും. n ഈക്വൽ ടു 65 plus 47 by 14 which is equal to
112/14. 112/14 എത്ര വരും? 8 കിട്ടും. ഇനി രണ്ടാമത് വരാവുന്ന എന്നിന് വരുന്ന വാല്യൂ n = 65 - 47/14 ആണ്. ദാറ്റ് ഈസ് 18/14 വരും. പക്ഷെ ഇത് പൂർണ്ണസംഖ്യ കിട്ടില്ല. അതിന് നമുക്ക് പൂർണ്ണസംഖ്യ ആവശ്യമുണ്ട് ഇവിടെ. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ആണ്. Therefore n = 8 ആണ് വാല്യൂ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് n if 3 × np4 = 5 × n-1 p4. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. 3 × np4 = 5 × n-1 p4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 × n factorial / n-4 factorial = 5 × n-1 factorial / n-1 - 4 factorial. That is 3 × n factorial / n-4 factorial = 5 × n-1 factorial / n-5 factorial. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ സിംപ്ലിഫൈ ചെയ്യാം. n ഫാക്ടോറിയലിനെ n-4 ഫാക്ടോറിയലിൻ്റെ ടേംസിൽ എഴുതി. പക്ഷേ അതിലും എളുപ്പം n-1 ഫാക്ടോറിയലിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഉണക്ക് n-4 ഫാക്ടോറിയലിനെ ഇങ്ങോട്ടും കൊണ്ടുപോവുക. ദാറ്റ് ഈസ് 3 × n ഫാക്ടോറിയൽ / n-1 ഫാക്ടോറിയൽ = 5 × n-4 ഫാക്ടോറിയൽ / n-5 ഫാക്ടോറിയൽ. ഇതെന്തിനാണ് ഇങ്ങനെ ഉണ്ടെന്നാൽ n-ഉം n-1 തമ്മിലുള്ള വ്യത്യാസം 1 മാത്രമാണ്. അതുകൊണ്ട് n-4ഉം n-5ഉം തമ്മിലുള്ള വ്യത്യാസം 1 മാത്രമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 3 × n ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? n × n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. /n-1 ഫാക്ടോറിയൽ = 5 × ഇവിടെ നമുക്ക് n-4 ആണ് വലിയ സംഖ്യ. കാരണം ഇവിടെ 4 കുറഞ്ഞിട്ടുള്ളൂ, ഇവിടെ 5 കുറഞ്ഞിട്ടുണ്ട് എന്നിൽ നിന്നും. n-4 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? n-4 × n-5 ഫാക്ടോറിയൽ /n-5 ഫാക്ടോറിയൽ. ക്യാൻസൽ ചെയ്യാവുന്നതൊക്കെയാണ്. n-5 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ n-1 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 3n = 5 × n-4 എന്ന് വരും. ഓർ 3n = 5n - 20 എന്ന് കിട്ടും. 20 ഇങ്ങോട്ടും കൊണ്ടുപോകാം, എന്നെ പുറകോട്ടും കൊണ്ടുപോകാം. ദാറ്റ് ഈസ് 20 = 5n - 3n = 2n. or 2n = 20 implies n = 10. എൻ്റെ വാല്യൂ കിട്ടി 10. ഇവിടെ നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് n-1 n × n-1 × n-2 × n-3 എന്ന് 2-3 ടേംസ് വന്നതിന് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് ക്യാൻസലേഷൻ കുറച്ചുകൂടി എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. കാരണം n-ഉം n-1ഉം തമ്മിലുള്ള വ്യത്യാസം വെറും 1 ഉള്ളൂ. ആ ഡിഫറൻസ് കുറച്ച് കൊണ്ടുവരികയാണ് നമുക്ക് എളുപ്പം. അടുത്ത ക്വസ്റ്റ്യൻ, if NPR = 840 and NCR = 35, find R. നമുക്കറിയാം NPR = NCR × R ഫാക്ടോറിയലാണ്. ഇതെങ്ങനെ വരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെയുള്ളൂ, NPR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ / n-R ഫാക്ടോറിയലാണ്. ഓർ NCR എന്താണ്? n ഫാക്ടോറിയൽ / R ഫാക്ടോറിയൽ × n-R ഫാക്ടോറിയൽ. അപ്പോൾ ഈ NCRനെ R ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന R ഫാക്ടോറിയലും നിലവിലുള്ള ഡിനോമിനേറ്റർ കിടക്കുന്ന R ഫാക്ടോറിയലും ക്യാൻസലായിട്ട് n ഫാക്ടോറിയൽ / n-R ഫാക്ടോറിയൽ കിട്ടും. അത് NPR. ഇനി ഇവിടുന്ന് നമുക്ക് എന്താ എഴുതാം? Therefore R ഫാക്ടോറിയൽ = NPR എന്നിവിടെ NCR എന്ന് വരും. ദാറ്റ് ഈസ് 840/35. ദാറ്റ് ഈസ് R ഫാക്ടോറിയൽ = ഇത് 24 ആണ്. 40/35 24. നമുക്കറിയാം വി ഹാവ് 4 ഫാക്ടോറിയൽ = 24. 4ൻ്റെ ഫാക്ടോറിയലാണ് 24. Therefore R = 4. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് n if n-1 p3 = np4 = 1:9. നമുക്ക് തന്നിരിക്കുന്നത് n-1 p3 = np4 = 1:9 ആണ്. നമുക്കിതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതാം. ദാറ്റ് ഈസ്
n minus 1 p3 by n p4 ഈക്വൽ ടു 1/9 എന്ന് കിട്ടും. ദെൻ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ n minus 1 ഫാക്ടോറിയൽ ബൈ n minus 1 minus 3 ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ബൈ n minus 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 1/9. 1/9. That is n minus 1 factorial by n minus 4 factorial divided by n factorial by n minus 4 factorial equal to 1/9. or ഇവിടെ ഡിനോമിനേറ്ററിന് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് n minus 1 factorial by n minus 4 factorial into n minus 4 factorial by n factorial ഈക്വൽ ടു 1/9. ഇവിടെ n ഫാക്ടോറിയൽ n minus 4 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. ദെൻ n minus 1 ഫാക്ടോറിയലിനെ അല്ല n ഫാക്ടോറിയൽ ഡിനോമിനേറ്ററിലുണ്ട്. n minus 1 ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഈക്വൽ ടു 1/9. ഇനി n ഫാക്ടോറിയലിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. n minus 1 ഫാക്ടോറിയൽ ബൈ n ഇൻറ്റു n minus 1 ഫാക്ടോറിയൽ ഈക്വൽ ടു 1/9. ഇവിടെ n minus 1 ഫാക്ടോറിയൽ ക്യാൻസൽ ആവും. പോയിട്ട് ദാറ്റ് ഈസ് 1/n is equal to 1/9 or n is equal to 9 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് n such that np5 equal to 42 into np3 for n greater than 4. np5 equal to 42 into np3 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. That is n factorial by n minus 5 factorial equal to 42 into n factorial by n minus 3 factorial. നേരത്തെ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത കണക്ക് തന്നെ ഈ n ഫാക്ടോറിയലിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇത് രണ്ടും ക്യാൻസൽ ആയിക്കോളും. നമുക്ക് n minus 5 ഫാക്ടോറിയലിനെ നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുപോകാം. ഓർ n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഈക്വൽ ടു 42 into n minus 5 ഫാക്ടോറിയൽ ബൈ n minus 3 factorial. n ഫാക്ടോറിയലും ക്യാൻസൽ ആവും. ദെൻ 1 ഈക്വൽ ടു 42 ഇൻറ്റു n minus 5 ആണോ n minus 3 ആണോ വലുത്? n minus 3 ആണ് വലുത്, കാരണം ഇവിടെ 3 കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ n minus 5 ഫാക്ടോറിയൽ ബൈ n minus 3 ഇൻറ്റു n minus 4 ഇൻറ്റു n minus 5 ഫാക്ടോറിയൽ. ഇത് രണ്ടും ക്യാൻസൽ ആവും. ഓർ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ n minus 3 ഇൻറ്റു n minus 4 ഈക്വൽ ടു 42 എന്ന് കിട്ടും. ഓർ n സ്ക്വയർ മൈനസ് 4n മൈനസ് 3n പ്ലസ് 12 മൈനസ് 42 ഈക്വൽ ടു 0. ഓർ n സ്ക്വയർ മൈനസ് 7n ദെൻ മൈനസ് 30 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. n ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്നുള്ള ഇക്വേഷൻ വയ്ക്കാം. മൈനസ് ബി വരുമ്പോൾ 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എത്രയാണ്? മൈനസ് 7ൻ്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 30/2 ഇസ് ഈക്വൽ ടു 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 പ്ലസ് 120/2 എന്ന് കിട്ടും. ഓർ 7 പ്ലസ് ഓർ മൈനസ് 120 43 169 അതിൻ്റെ സ്ക്വയർ റൂട്ട് 13 13/2. ഇനി n is equal to 7 plus 13/2 that is 20/2 10. or n is equal to 7 minus 13/2 എന്ന് വരും. മൈനസ് 3 കിട്ടും. അത് നോട്ട് n is equal to minus 3 നോട്ട് പോസിബിൾ, കാരണം നെഗറ്റീവ് വാല്യൂ പാടില്ല. Therefore n is equal to 10. Okay.